അതെ, നമുക്കൊരു സാമ്പാർ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഇതാ സിമ്പിളായിട്ട് ഒരു സാമ്പാറാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഈ മൈസൂർ പരിപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. അപ്പോൾ അത് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി ഇതേപോലെ മുറിച്ചതും പിന്നെ കുറച്ച് പച്ചമുളകുമാണ് കേട്ടോ ചേർക്കുന്നത് ആദ്യം തന്നെ. പിന്നെ ഇതാ ഒരു തക്കാളിയും പിന്നെ ഒരു 10ഓളം ചുവന്നുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ അതാ നമ്മുടെ ബ്രാഹ്മിൻ സാമ്പാർ പൊടിയും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. വേറെ കഷ്ണങ്ങളായിട്ട് ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള അതുമാത്രമല്ല അടിപൊളി സാമ്പാറും കൂടിയാണ് കേട്ടോ. പിന്നെ അതാ ചെറിയൊരു പീസ് കായവും പിന്നെ അതാ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, കല്ലുപ്പാണേ. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 വിസിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സാമ്പാർ സെറ്റായി വരും. കഷ്ണങ്ങളൊന്നുമില്ലെങ്കിലും നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതാ ഇഡ്ഡലി തട്ടിലേക്ക് നമ്മുടെ കുഞ്ഞ് ഇഡ്ഡലീൻ്റെ തട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി കുറേശ്ശെ ആയിട്ട് സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതും നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ഇതിന് ഇതും കൂടി ആകുമ്പോൾ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് അലിഞ്ഞു വരും നമ്മൾ ഈ ഒരു ഇഡ്ഡലിയിലേക്ക് നമ്മൾ ഒഴിക്കുന്ന സാമ്പാർ. നല്ല കുഞ്ഞ് ഇഡ്ഡലി ആകുമ്പോൾ ആണ് കേട്ടോ അതിന് ഏറ്റവും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. അതില്ലെങ്കിൽ വലിയ ഇഡ്ഡലി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ബേബിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കുഞ്ഞിഡലി. അവനിപ്പോൾ ഇതിൻ്റെ ഫാനാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇല ഇതിമ വെളിച്ചെണ്ണയിൽ തൂമിച്ചൊഴിച്ച് കൊടുക്കുന്നതും കൂടി ഉണ്ട്. നേരത്തെ തന്നെ ബൗളിലേക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ചധികം ഈ സാമ്പാർ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു കറിയാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. പീസ് നമ്മൾക്ക് ആകെ ആ ഒരു കഷ്ണങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എന്നാലും കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുക, അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. എന്താ ടേസ്റ്റ് എന്ന് ഞങ്ങളോട് പറയണ്ടേ. ഈ ഒരു സാമ്പാർ നമ്മൾ ഈ ഒരു കുഞ്ഞിഡലിയിലേക്ക് മാത്രമല്ല കേട്ടോ, സാധാ ഇഡലിയിലേക്കും ദോശയിലേക്കും നമ്മുടെ ചോറിനേക്കും ഒക്കത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കഷ്ണങ്ങൾ കൂടുതൽ ഇട്ടതിനെക്കാട്ടും നല്ലത് ടേസ്റ്റ് ഉണ്ടാവുക ഈ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടാലാണെന്ന്. ഒരു 10-15 മിനിറ്റ് നേരമൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ബേബിയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ട് തന്നെ വെച്ചെടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. കൈ വെച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സൂപ്പർ ടേസ്റ്റാണേ. ഞാൻ ഓവർ അതിശയോക്തി പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കൊന്നുമല്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ.